ജലീൽ സാഹിബ് എന്തായാലും ഇത് എന്താ പറയണ്ടേ, അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. നമുക്കെന്തായാലും നോക്കാം. ശ്രീ ജലീൽ, എനിക്ക് താങ്കളോട് പറയാനുള്ളത്, അതായത് ഈ 2003 സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, ഈ കുംഭകോണം എന്ന് താങ്കൾ പരാമർശിക്കുന്നത് മൊത്തം പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ആ ജഡ്ജ്മെൻറ്റിൽ കാര്യങ്ങൾ പറയുന്നു. ശ്യാംരാജ് പറഞ്ഞു വെച്ചതുപോലെ അതോടുകൂടി അത് അവസാനിച്ചു. പക്ഷേ അതാണ് ഇപ്പോൾ 22 വർഷത്തിന് ശേഷം പൊക്കിക്കൊണ്ടുവന്നത്. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, താങ്കൾക്ക് ഈ ഭൂമി കുംഭകോണത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ പറയണ്ട, കാരണം സമയമില്ല. നിങ്ങൾ എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി, എൻ്റെ വാട്സപ്പിലോട്ട് അയച്ചു തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു തെളിവായിരിക്കും കേട്ടോ, വലിയൊരു തെളിവായിരിക്കും. ഇനി ആ തെളിവാണോ റിപ്പോർട്ടർ ചാനലിൻ്റെ പക്കലുള്ളതെന്ന് എനിക്കറിയില്ല, കാരണം അന്തർധാര സജീവമാണല്ലോ. ശ്രീജിത്ത്. ശ്രീയാനൽ, നോക്കൂ, ഈ ഒരു കേസ് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അലഗേഷൻ നേരത്തെ തന്നെ അതിന്റെ ഹിസ്റ്ററി നമുക്കറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടത് വന്നിരുന്നു. ചെറിയ വിലയ്ക്ക് BPL അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ് അത് പിന്നീട് വലിയ വിലയ്ക്ക് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ആക്ഷേപം. അപ്പൊ ആക്ഷേപത്തിൽ നോക്കൂ, ഇതിൽ BPL പോലും പ്രതിസ്ഥാനത്ത് നിർത്താനായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ ശ്രമിക്കുന്നില്ല. അവരുടെ സിംഗിൾ ടാർഗറ്റ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി മാത്രമാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് പൂർണ്ണമായും ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതുമായിട്ട് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. കാരണം ഇത്തരം ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പനി തന്നെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഈ ആക്ഷേപിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന ഒരു വെർഡിക്റ്റ് ഉണ്ടായിരുന്നതിനെ സുപ്രീം കോടതി ഓവർടേൺ ചെയ്തതാണ്. ഓവർടേൺ ചെയ്തതിന് ശേഷം ആ ഡീലിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ്. അതിന്റെ വിധി 2003 വന്നതാണ്. പിന്നീട് ആ ലാൻഡ് അതിനു വേണ്ടിയിട്ടൊരു ഓണർഷിപ്പിന്, ഫുൾ ഓണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് 2004 or 2005 ആണ് മൂവ് ചെയ്യുന്നത്. ആ സമയത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് BPL കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് പോലും അതിന്റെ സ്റ്റേക്ക് ഒക്കെ കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. പിന്നെ അതിന്റെ സെയിൽ നടക്കുന്നത് എപ്പോഴാണ്? ആ സെയിൽ നടക്കുന്നത് പോലും 2009 ശേഷമാണ്. മാരുതി ഉദ്യോഗ, ജിൻഡൽ പോലെയുള്ള പല ആൾക്കാർക്ക് അത് നടന്നു പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് കണക്ട് ആകുന്നത്? ഞാൻ പറഞ്ഞ തെളിവ് രണ്ടാമത്തെ കാര്യം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് പ്രൈമറിലി അതുമായി കണക്ട് ആകുന്നത് എന്നതിന്റെ ലോജിക്കെങ്കിലും നമ്മൾ ഒന്ന് വിട്ടുപോയതിനു ശേഷം കുറെ കാലം കഴിഞ്ഞ് അവിടെ നടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷന് നമുക്ക് എന്താണ് ഉത്തരവാദിത്തം? ഇതിന്റെ ഒരു റിവേഴ്സ് ഫിനോമിനനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ TV ഒരു മീഡിയ ഗാഗ് ഓർഡർ വേണം എന്ന തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് കർണാടക ഹൈക്കോടതിയിൽ കൊടുക്കുന്ന സമയത്ത്, ഹൈക്കോടതി അല്ല അവിടുത്തെ സിവിൽ കോടതിയിൽ കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ലിങ്കുകളാണ് നീക്കം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അവർ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിൽ അവരുടെ MD നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേസിൽ പെട്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം MD അല്ല, എന്നിട്ടും അതിന്റെ പേരിൽ പോലും അതിന്റെ ആപ്ലിക്കന്റ് ആയിട്ട് വരുന്നത് റിപ്പോർട്ടർ TV ആണ് എന്ന് പറയുന്ന രീതിയിലത്തേക്ക് ഒരു വല്ലാത്ത ലയബിലിറ്റി ഒക്കെയാണ് ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആൾക്കാർ നോക്കുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇതൊരു പൊളിറ്റിക്കൽ ആരോപണമായിട്ട് പോലും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെ ആദ്യം പിടിച്ച് അവിടെ ഇടണം. അതിനുശേഷമാണ് ഈ തെളിവ് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥാപനവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആ സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന ഡീലിൽ നിങ്ങളെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു? അപ്പൊ രാജീവ് ആരുടെയെങ്കിലും ബെനാമിയാണോ? രാജീവിന് അവിടെ വേറെ ഏതെങ്കിലും ഡയറക്ടർഷിപ്പോ മറ്റേതെങ്കിലും സ്ഥാനമുണ്ടായിരുന്നോ? രാജീവ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ ഡീല് അണ്ടർ ദ ടേബിൾ ആയിരുന്നുവെങ്കിൽ അത് രാജീവാണോ അതിന്റെ മിഡിൽമാനായിട്ട് നിന്നിരുന്നത്? ഈ കാര്യങ്ങളെങ്കിലും പറയണ്ടേ? ഞാൻ പറഞ്ഞത് തെളിവ് രണ്ടാമത് കൊണ്ടുവന്നുള്ളൂ, പക്ഷെ ഈ ഒരു ലിങ്കേജ് എങ്കിലും അവിടെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് ഇത് ഇത്രയും കാലമായിട്ടും ഇത്ര ബുദ്ധിമാന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആരോപണം പോലും കൊണ്ടുവരാതിരുന്നതും അതിനെ ലീഗലായിട്ട് കൊണ്ടുപോയിട്ട് പെർസ്യൂ ചെയ്തിട്ട് അനുകൂലമായിട്ടുള്ള ഒരു വിധി, ഒരു അന്വേഷണം ഒക്കെ തന്നെ കൊണ്ടുവരാനായിട്ടും കഴിയാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 100 കോടിയുടെ ഡെഫമേഷൻ സൂട്ട് അദ്ദേഹം ഫയൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് പ്രസ് ചെയ്തിട്ട് പിന്നാക്കം പോകാതെ മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർകക്ഷി പെട്ടുപോകും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. പക്ഷെ നേരെ തിരിച്ചു കൊടുത്തിരിക്കുന്ന ഈ 150 കോടിയുടേത് അത് വളരെ ഫ്രിവിലസ് ഗ്രൗണ്ട്സിലുള്ളതാണ് എന്നാണ് അത് പ്രാഥമികമായിട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യമാകുന്നത്. കാരണം ഏതൊരു മാധ്യമ സ്ഥാപനത്തിനും മെസ്സിക്ക് കൊടുക്കാൻ വെച്ചതായിരിക്കും ഇങ്ങോട്ടേക്ക് എടുത്ത്. അല്ല, ഇപ്പൊ കണക്ക് നോക്കുകയാണെങ്കിൽ മെസ്സിക്ക് 130 കോടി, സ്റ്റേഡിയത്തിന് 70 കോടി, രാജീവ് ചന്ദ്രശേഖറിന് 100 കോടി എന്നൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒരുപാട് പൈസ വേണം. നമ്മളിപ്പോ തന്നെ പറയുന്നത് ഏതാണ്ട് 300 കോടി രൂപയെ പറ്റിയാണ്, അല്ലെ? 130 കോടി രൂപ നമ്മൾ ആർക്ക് കൊടുക്കണം? 130 കോടി രൂപ അർജന്റീനയ്ക്ക് കൊടുക്കണം, 70 കോടി രൂപ സ്റ്റേഡിയം നന്നാക്കാൻ കൊടുക്കണം, രാജീവ് ചന്ദ്രശേഖറിന് 100 കോടി കൊടുക്കണം. അത് ഞാൻ മനസ്സിലാക്കുന്നത് 130 കോടി രൂപ കൊണ്ടുവന്നിട്ട് മെസ്സിയെ കളിപ്പിക്കുന്നതിനേക്കാളും നല്ലത് 100 കോടി രൂപ കൊടുത്ത് രാജീവ് ചന്ദ്രശേഖറിനെ കളിപ്പിക്കുന്നതാണ് നല്ലത് എന്നാർക്കെങ്കിലും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം. എന്തായാലും നമ്മൾ ഇതില് കുറെ കാര്യങ്ങൾ കണ്ടു. നേരത്തെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ ഭരണരംഗം
പലപ്പോഴും കൈയാളുന്നത് ആ ഭരണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത മറ്റു പല ആൾക്കാരുമാണെന്ന്. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ സത്യത്തിൽ അവതാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രി പറയുന്ന അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ വെയിറ്റ്, കൂടുതൽ പ്രാമുഖ്യം അവിടെയുള്ള 2019 2025 വ്യത്യസ്തമായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, വ്യത്യസ്ത ഭരണസമിതി അംഗങ്ങൾ, വ്യത്യസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, വ്യത്യസ്തരായിട്ടുള്ള മന്ത്രിമാർ. പക്ഷെ ഒരു മാറ്റവുമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ അവതാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഡീലിലാണെങ്കിലും മെസ്സിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അവിടെ ആളെ കൊണ്ടുവരുന്നു. ഈ കാര്യത്തിൽ എന്താ വ്യാജ വാർത്ത എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മുട്ടൽ മരമുറി കേസല്ല, മെസ്സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെന്ന് തന്നെ കരുതിക്കോളും. അത് തന്നെയാണ് ഈ മീഡിയകൾ റെസ്ട്രെയിന്റ് പാലിക്കണമെന്ന രീതിയിലത്തെ ഒരു ഓർഡർ വരുന്നത് എന്ന് നമുക്ക് ഫേസ് വാല്യൂവിൽ എടുത്താൽ പോലും ഞാൻ ചോദിക്കുന്നത് അതിലെ അപകീർത്തികരമായിട്ടുള്ള വാർത്ത എന്താണ്? മെസ്സി വരുന്നതിനെ ഇല്ലാതെയാക്കി അത് മാധ്യമങ്ങളാണ്, നമുക്ക് പറയാൻ കഴിയുമോ? TYC സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് അർജന്റീനയിലെ പ്രമുഖ സ്പോർട്സ് മീഡിയ ഹൗസ് ആണ് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലേക്ക് മെസ്സി പോകില്ല. കാരണം സ്പോൺസറുടെ കുറെ പ്രശ്നങ്ങളുണ്ട്, 2 ലോജിസ്റ്റിക്കലായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം AFAയുമായിട്ട് അടുത്ത ബന്ധമുള്ള ജേർണലിസ്റ്റുകൾ തന്നെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്പോർട്സ് അനലിസ്റ്റുകൾ, ഇവരൊക്കെ തന്നെ പറഞ്ഞു കേരളത്തിലെ ലെഗ് ക്യാൻസൽ ചെയ്യുന്നു, പകരം അവർ ആഫ്രിക്കയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. ആ സമയത്തും ശ്രീ ആൻഡോ അഗസ്റ്റിൻ അടക്കം, റിപ്പോർട്ടർ TV അടക്കം നമ്മുടെ നാട്ടിൽ ഈ ചാനലുകൾ വഴി പറഞ്ഞിരുന്നത് എന്താണ്? ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾക്കല്ലേ സംഭവം അറിയൂ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞതാണ്, ഓർക്കുന്നില്ലേ? അപ്പൊ അത് പറഞ്ഞ് നമ്മൾ അർജന്റീനയുടെ ജേഴ്സി ഇട്ടിട്ട് ചാനലിൽ വന്നിട്ട് ഈ പറയുന്ന പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത്, മെസ്സി ഇവിടെ വരും എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം മാത്രമല്ലേ പറയുന്നത് മെസ്സി വരുന്നില്ല. അവിടെ തന്നെ പ്രസക്തമായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട് ശ്രീ അനിൽ. ഒന്ന്, മെസ്സി വരാത്തതിന്റെ കാരണം ഈ സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ കിട്ടാനായിട്ട് വൈകുന്നു എന്നുള്ളതാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ഫിഫ പറഞ്ഞത് നമ്മൾ അറിഞ്ഞോ? ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞാണ് നമ്മളത് കേട്ടത്. ഫിഫ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അടുത്ത വിൻഡോയിൽ, അതെ, രണ്ടാമത്തെ കാര്യം ഈ വിൻഡോ അല്ല, അടുത്ത വിൻഡോയിൽ മെസ്സി വരും എന്ന് പറയുന്നു. അടുത്ത വിൻഡോ മാർച്ചിലാണ്. അടുത്ത വിൻഡോയിൽ മെസ്സി വരുമെന്ന് പറഞ്ഞതും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതല്ലാതെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞ് നമ്മളത് കേട്ടിട്ടില്ല. അപ്പൊ ഇതിൽ ഏതാണ് വ്യാജം, ആരാണ് വ്യാജം നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി മലയാളികൾക്കെല്ലാം തന്നെ നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ ശ്രീ ജലീൽ, ഞാൻ തെളിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ.